സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് നേരത്തെ അറിയാം 25ൻ്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആണ് 16 എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. ഇല്ലെങ്കിൽ എത്രയാണ് 169, അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 13 ആണ്. 196ൻ്റെ റൂട്ട് 14 ആണ്. ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ടുള്ള അതും സ്ക്വയേഴ്സിൻ്റെ സ്ക്വയർ റൂട്ടും ഒക്കെ നമുക്ക് അറിയാം. അതല്ലാതെ ഇതിനിടയ്ക്ക് വരുന്ന നമ്പേഴ്സ്, അല്ലാതെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലാത്ത നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് 12 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മളെങ്ങനെ കാണുന്നു? ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും. പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് അല്ലാത്ത എല്ലാം ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 12 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ, അല്ലെ 12 അല്ലാത്ത വേറെ ഏത് നമ്പറായാലും പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഏത് നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് നമ്മൾ കാണാൻ നമുക്ക് ആദ്യം ഒരു ഫോർമുല കാണാതെ പഠിക്കേണ്ടത്, വളരെ ഒരു ഫോർമുല പഠിക്കേണ്ടതുണ്ട്. x+y/2√y. ഇതെന്താണ് ഈ x+y/2√y? ഇതിൽ വളരെ സിമ്പിളാണ്. എക്സ് എന്ന് പറയുന്നത് ഈ നമ്മൾ ഏത് നമ്പറിൻ്റെ ആണോ സ്ക്വയർ റൂട്ട് കാണേണ്ടത് ആ നമ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്. ഇനി y എന്താണ്? y എന്ന് പറയുന്നത് ഈ 12ന് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? അപ്പോൾ ഇപ്പോൾ 3ൻ്റെ സ്ക്വയറാണ് 9. അപ്പോൾ ഈ y എന്ന് പറയുന്നത് 9 എന്ന് പറയുന്ന നമ്പറാണ് നമ്മുടെ y എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഏത് നമ്പറിൻ്റെ ആണോ പെർഫെക്റ്റ് നമ്മൾ സ്ക്വയർ റൂട്ട് കാണേണ്ടത്, പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല, നമ്മൾ ഏത് നമ്പറിൻ്റെ ആണോ സ്ക്വയർ റൂട്ട് കാണേണ്ടത് അതിനെ x ആയിട്ട് എടുക്കുക. ആ നമ്പറിന് തൊട്ട് മുൻപേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? അപ്പോൾ 3 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ ആണ് 9. 4 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്ക്വയർ എന്ന് പറയുന്നത് 16 എന്ന് പറയുന്നത് 12നേക്കാളും കൂടുതലാണ്. അപ്പോൾ നമുക്ക് 9 ആണ് ഇവിടെ y ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ y എഴുതുന്നു ഇവിടെ. അപ്പോൾ നമ്മുടെ ഈ ഫോർമുലയിൽ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്? 12 പ്ലസ് y എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 9. 12 പ്ലസ് 9 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് y. വൈയുടെ സ്ക്വയർ റൂട്ട് എന്താണ്? 3. അപ്പോൾ 2 ഇൻറ്റു 3. ആൻസർ എത്രയാണ്? 12ഉം 9ഉം 21/2 ഇൻറ്റു 3 6. 21/6. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 21/6 എത്രയാണ്? 6 ഇൻറ്റു 3 18 വരും. 18 ബാലൻസ് 3 ഡെസിമൽ ഇട്ട് കൊടുത്തു. 6 ഇൻറ്റു 5 30. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 3.5. ഇതാണ് നമ്മുടെ ആൻസർ. കറക്റ്റ് അല്ലേ? ഇതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് ഇപ്പോൾ കാൽക്കുലേറ്ററിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസർ 3.464 സംതിങ് എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആയിരിക്കും. അതിനെ നമ്മൾ ഒരു ഡെസിമലിലോട്ട് കറക്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആയിരിക്കും നമുക്കിവിടെ എക്സാക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അടുത്തത് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 23 എങ്ങനെ കാണാം നോക്കാം. ഒരുപാട് ട്രിക്കുകളുണ്ട്. അതിൽ നമ്മൾ ഒരു ട്രിക്കാണ് ഈ യൂസ് ചെയ്യുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് 23. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമുല എന്താണ്? x+y/2√y. ഇതിൽ നമ്മൾ ഈ x എന്ന് പറയുന്നത് ഏത് നമ്പറാണോ നമുക്ക് സ്ക്വയർ റൂട്ട് കാണേണ്ടത്, ദാറ്റ് ഈസ് 23, പ്ലസ് y എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുൻപേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 23ന് തൊട്ട് മുൻപേ ഉള്ളത് 16 ഉണ്ട് അല്ലേ? 4 ഇൻറ്റു 4 16. 4ൻ്റെ സ്ക്വയറാണ് 16. അടുത്തത് 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. അതായത് 23യേക്കാളും അത് എക്സീഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ എടുക്കുന്നില്ല. ഈ 16 ആണ് നമ്മളിവിടെ എടുക്കുന്നത്. y ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് y. y എന്ന് പറയുന്നത് ഇവിടെ 16 ആണ്. 16ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 4. ദാറ്റ്സ് ഈക്വൽ ടു 23ഉം 16ഉം, അതായത് 39/8. ഇനി നമുക്കത് ഡിവൈഡ് ചെയ്ത് നോക്കാം. 39/8. അപ്പോൾ ഇപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ സ്ക്വയർ റൂട്ട്. 8 ഇൻറ്റു 4 32, ബാലൻസ് 7. 8 ഇൻറ്റു 8 64.
ബാലൻസ് 6. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെസിമൽ കറക്റ്റ് ചെയ്തിട്ടുള്ളതാണ് കിട്ടുന്നത് 4.8. ഇതാണ് നമ്മുടെ ആൻസർ. കറക്റ്റ് അല്ലേ? നമ്മൾ ഇനി കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് 4.7 സംതിങ് കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4.8. നമ്മുടെ ഒരു ഡെസിമലിന് കറക്റ്റ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഈസി അല്ലേ? അപ്പോൾ ഒന്നുകൂടി പറയാം. നമ്മൾ ഏത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് x+y/2√y. എക്സ് എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെയാണോ നമ്മൾ കാണാൻ പോകുന്നത് അത് എക്സും, വൈ എന്ന് പറയുന്നത് അതിന് മുൻപേ ഉള്ള തൊട്ട് മുൻപേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ, അതായത് ഇവിടെ 16 /2 ഇൻറ്റു ആ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്, അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, ഇനി അടുത്തൊരു ട്രിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.